ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിന്റെ തേർഡ് സ്റ്റേജ് വരുന്നത് സയന്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ടു മാനേജ്മെന്റ് ആണ്. സോ ദിസ് ഈസ് ദി തേർഡ് ഫേസ് ഓഫ് ഇവല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാനേജ്മെന്റ് ഇൻ ആൻഷ്യൻ സിവിലൈസേഷൻ ആണ്. അതുപോലെ മെഡീവൽ പീരിയഡ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് സയന്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ആണ്. അപ്പോൾ ഇതിലാണ് FW ടൈലർ സജസ്റ്റ് ചെയ്തിട്ടുള്ള സയന്റിഫിക് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതുപോലെ ഹെൻറി ഫയോള് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ടൈം പീരിയഡിലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ ഒരു സയന്റിഫിക് ടെക്നിക്സ് വരാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഈസ് 18th സെഞ്ച്വറിയിൽ ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായത്, അതായത് വ്യാവസായിക വിപ്ലവം. ദാറ്റ് ഈസ് യൂറോപ്പിലായിരുന്നു ഫസ്റ്റ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഗുഡ്സ് എല്ലാം നമ്മൾ എന്താണ് വളരെ ലാർജ് സ്കെയിൽ ആയിട്ട് നമുക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ എന്താണ് നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള ഒരു നീഡ് വന്നു. സോ അതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിലും അതുപോലെ ഇംഗ്ലണ്ടിലും ഒക്കെ എന്താണ് കൂടുതലായിട്ടും കമ്പനീസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് സ്മാൾ സ്കെയിലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മാനേജീരിയൽ ഒരുപാട് പ്രോബ്ലംസ് വരും. എംപ്ലോയീസും അതുപോലെ മാനേജേഴ്സും തമ്മിൽ ഡിഫറെന്റ് പ്രോബ്ലംസ് റേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് മാനേജീരിയൽ പ്രോബ്ലംസ് വന്നു. ദെൻ അതുപോലെ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ എംപ്ലോയീസിന്റെ വേജസ് കൊടുക്കുന്ന അതിലുള്ള ഇഷ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പല ഇഷ്യൂസ് വരാൻ തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സും ഒക്കെ അപ്പോൾ എന്താണ് ആ ഒരു ടൈമിൽ എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റില്ല. അതിന് ഒരുപാട് ക്യാപിറ്റൽ വേണം. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എ ന്യൂ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വാസ് ഇൻവെന്റഡ്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വിത്ത് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ ഒരു കൺസെപ്റ്റിന് നമുക്ക് വേണ്ടത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സോ ദി ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഹാവ് ഡെവലപ്ഡ്. അപ്പോൾ അങ്ങനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വരുമ്പോൾ ലാർജ് ആയിട്ടുള്ള ബിഗ് കമ്പനീസ് ആണ്. സോ അപ്പോൾ അവിടെ ഒരുപാട് എന്താണ് മാൽ പ്രാക്ടീസസ് വരാൻ തുടങ്ങി ഇങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ. ദാറ്റ് ഈസ് ദി ഓണേഴ്സ് സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോയിറ്റ് ദി വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങി. അതായത് അവർക്ക് വേജസ് കുറച്ചിട്ട് എന്താണ് മാക്സിമം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ കൊണ്ട് എന്താണ് വർക്ക് ചെയ്യിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിനെതിരെ എന്താണ് വർക്കേഴ്സും പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചത്. അതാണ് ഇവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഷീൻ പവർ ഫോർ മാൻ പവർ. അല്ലേ, മാൻ പവറിന് പകരം നമ്മൾ കൂടുതൽ മെഷീൻസ് വെച്ചിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് മാസ് പ്രൊഡക്ഷൻ. പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതെല്ലാം. മാസ് പ്രൊഡക്ഷൻ വന്നു, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു, അതുപോലെ സെൻട്രലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഓണേഴ്സ് ആയിട്ട് മാറി. അല്ലെങ്കിൽ മാനേജേഴ്സ് ആണ് ഇതെല്ലാം സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രോൾ അവർ എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി വർക്കേഴ്സിന്റെ മുകളിൽ. അതുപോലെ പുതിയ എംപ്ലോയി റിലേഷൻഷിപ്സ് ഇതെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ മാനേജേഴ്സും എല്ലാം എന്താണ് ഓണേഴ്സും എല്ലാം വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വർക്കേഴ്സ് അതിനെതിരെ എന്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഗവൺമെന്റ് ഒരു ഫാക്ടറി ലെജിസ്ലേഷൻ ആക്ട് പാസ്സാക്കി. അതായത് ഒരു ഫാക്ടറി നമ്മൾ റൺ ചെയ്യുമ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ട റൂൾസ്, അതായത് എത്ര വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവിടെ പാലിക്കേണ്ട റൂൾസ് ആയിട്ട് ഗവൺമെന്റ് എന്താണ് ഒരു പുതിയ ഫാക്ടറി ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വർക്കേഴ്സിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും വർക്കേഴ്സിന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട്ടിരുന്ന ഒരു സോഷ്യൽ റിഫോമറാണ് റോബർട്ട് ഓവൻ. സോ ഹി വാസ് എ സോഷ്യൽ റിഫോമർ ആൻഡ് ഓൾസോ മാനേജർ ഓഫ് എ ടെക്സ്റ്റൈൽ ഫാക്ടറി.
മാനേജർ കൂടെ ആയിരുന്നു ഒരു ബിഗ്ഗസ്റ്റ് ടെക്സ്റ്റൈൽ ഫാക്ടറിയുടെ. അപ്പോൾ ഈ റോബർട്ട് ഓവൻ he paid attention to labor welfare. അപ്പോൾ തൊഴിലാളികളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ കൂടുതൽ പ്രോബ്ലംസിലേക്ക് അയാൾ കോൺസെൻട്രേറ്റ് ചെയ്തു. അതായത് ലേബേഴ്സിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് എന്താണ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ലേബർ വെൽഫെയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് വന്നത്. And he is of the opinion that men should not be treated as a സെക്കൻഡറി ആൻഡ് ഇൻഫീരിയർ മെഷീൻ. അതായത് വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് ദി മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. അതേസമയം എന്താണ് കൂടുതലും ആ ഒരു കാലഘട്ടത്തിൽ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. സോ ഹി പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദാറ്റ് ഈസ് വർക്കേഴ്സിനെ ഒരിക്കലും എന്താണ് ഒരു മെഷീനായിട്ട് കണക്കാക്കരുത്. ഇൻഫീരിയർ മെഷീൻസ് ആയിട്ടല്ല നമ്മൾ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് അവർക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ള വേജസ് കൊടുക്കണം, അതുപോലെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ്. സോ അതുപോലെ തന്നെ റോബർട്ട് ഓവന്റെ സജഷൻ പ്രകാരമാണ് എന്ത് ഇംപ്രൂവ്മെന്റ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് വന്നു. ഹി സജസ്റ്റഡ് ദാറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ഓൾസോ ദി വർക്കിംഗ് എൻവയോൺമെന്റ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ആൻഡ് സോ ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലേ, അതായത് HRM. അതിന്റെ ഒരു ഫാദർ ആയിട്ടാണ് എന്ത് ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് HRM അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ലേബർ വെൽഫെയർ വർക്കേഴ്സിന്റെ കാര്യങ്ങളിലാണ് അവിടെ എംപ്ലോയീസിന്റെ കാര്യങ്ങളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റോബർട്ട് ഓവന്റെ വ്യൂ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ലേബർ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അതുപോലെ. അപ്പൊ ഇതാണ് തേർഡ് ഫേസ്. ഇതിൽ ഇതൊക്കെയാണ് സംഭവിച്ച മാറ്റങ്ങൾ. മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ തേർഡ് ഫേസ് ആയപ്പോഴേക്കും ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വന്നപ്പോൾ എന്താണ് ഫാക്ടറി സിസ്റ്റം ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിലേക്ക് മാറിയപ്പോൾ അവിടെ മാനേജീരിയൽ പ്രോബ്ലംസ് റൈസ് ചെയ്തു. സോ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് പിന്നീട് കണ്ടെത്തിയിട്ടുള്ള മാനേജീരിയൽ ടെക്നിക്സും ടൂൾസും എല്ലാം പിന്നീട് അതിനു വേണ്ടി ഇൻവെന്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ ഒരു ഫേസിൽ തന്നെ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സയന്റിഫിക് ആൻഡ് ജനറൽ മാനേജ്മെന്റ്. അപ്പോൾ ആദ്യം സയന്റിഫിക് മാനേജ്മെന്റ് നോക്കാം. അപ്പോൾ ഇത് നമുക്കറിയാം സയന്റിഫിക് മാനേജ്മെന്റ് ഫസ്റ്റ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് FW ടൈലർ ആണ്. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. ഹി വാസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ആൻഡ് ഹിസ് ഫേമസ് ബുക്സ് എന്ന് പറയുന്നത് ഒന്ന് ഷോപ്പ് മാനേജ്മെന്റ്, ദെൻ അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇത് രണ്ടാണ് ടൈലറുടെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ബുക്ക്. അപ്പൊ ഇതിലാണ് കൂടുതലും സയന്റിഫിക് ടെക്നിക്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ടൈലർ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റ് ഫീൽഡ് എന്നുള്ളത് സയന്റിഫിക് ടെക്നിക്സിനെ പറ്റി ഒട്ടും അവെയർ അല്ല. അതായത് മാനേജേഴ്സിന് ഒട്ടും അറിയില്ല സയന്റിഫിക് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. ആ ഒരു ഐഡിയ ആദ്യം കൊണ്ടുവന്നത് ടൈലറാണ്. അതുപോലെ ടൈലർ പറഞ്ഞിട്ടുള്ളത് മാനേജ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം പ്രോസ്പെരിറ്റി ഫോർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണ്. എംപ്ലോയർക്കും അതേസമയം എംപ്ലോയിക്കും എന്താണ് മാക്സിമം ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലായിരിക്കണം പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ബട്ട് അങ്ങനെ ആയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് ലേബേഴ്സിന്റെ എഫിഷ്യൻസി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എംപ്ലോയീസിനും എന്താണ് വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറവായിരുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം എന്നായിരുന്നു ടൈലർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടൈലർ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം എന്താണ് ഇൻഎഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ ഒന്നിനും എന്താണ് ഒരു ഓർഡർ ഇല്ല, ലാക്ക് ഓഫ് ഓർഡർ ആൻഡ് ലാക്ക് ഓഫ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ്, ഇതൊന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് ടൈലർ ഈ സയന്റിഫിക് ടെക്നിക്സ് കണ്ടെത്തുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സയന്റിഫിക് ടെക്നിക്സ് ടൈലർ ഇൻവെന്റ് ചെയ്തു. അതാണ് പിന്നീട് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള ഒരു പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ടൈലറുടെ 4 പ്രിൻസിപ്പിൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു 4 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ടൈലർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തത്. അത് സയന്റിഫിക് അപ്രോച്ച് ഫോളോ ചെയ്യുക, പിന്നെ അതുപോലെ സയന്റിഫിക് സെലക്ഷൻ, ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, പിന്നെ അതുപോലെ കോപ്പറേഷൻ വിത്ത് വർക്കേഴ്സ്, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, ഇതൊക്കെയാണ് മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ മെയിൻ ടൈലർ ഫോക്കസ് ചെയ്ത ഏരിയാസ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, അതുപോലെ ടാസ്ക് പെർഫോമൻസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒന്ന് പീസ് റേറ്റ് സിസ്റ്റം, അതുപോലെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലേ? പിന്നെ അതുപോലെ അത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് എല്ലാതും എന്താണ് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ അത് ഏറ്റവും ചീപ്പസ്റ്റ് വേയിൽ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇതെല്ലാം വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. ഇനി ഇതൊക്കെയാണ് ടൈലറുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.